വിശദമായി നോക്കാം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പൂർത്തിയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കേണ്ടത് മാനവരാശിക്ക് അനിവാര്യമാണെന്ന് 50 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നാളെ മോദി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ ഉയർന്ന തീരുവകൾ കാരണം രണ്ട് ഏഷ്യൻ അയൽക്കാരെയും കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതായിരുന്നു മോദി ഷീ കൂടിക്കാഴ്ച. കിഴക്കൻ ലഡാക്കിലെ ഡെസ്പാങ്, ഡംചോക് എന്നീ സംഘർഷ മേഖലകളിലെ സൈനിക പിന്മാറ്റത്തെ തുടർന്ന് രൂപപ്പെട്ട സമാധാനപരമായ അന്തരീക്ഷത്തെ മോദി അഭിനന്ദിച്ചു. അതിർത്തി മാനേജ്മെന്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തിയതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കൂടാതെ കൈലാസ് മാനസരോവർ യാത്രയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. शांति और स्थिरता का माहौल बना हुआ है. हमारे स्पेशल रिप्रेजेंटेटिव्स के बीच बॉर्डर मैनेजमेंट के संबंध में सहमति बनी. कैलाश मानसरोवर यात्रा फिर से शुरू की. ഇരു രാജ്യങ്ങളിലെയും 2.8 ബില്യൺ ജനങ്ങളുടെ താൽപര്യങ്ങൾ മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കും. പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി കൂട്ടിച്ചേർത്തു. 2.8 बिलियन लोगों के हित जुड़े हुए. इससे पूरी मानवता के कल्याण का मार्ग भी प्रशस्त होगा. परस्पर विश्वास, सम्मान और संवेदनशीलता के आधार पर हम अपने संबंधों को आगे बढ़ाने के लिए ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി. 7 കൊല്ലത്തിനു ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച ചൈന സന്ദർശിക്കുന്നു. അത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്, ഉച്ചകോടിയാണ്. അതിനുശേഷം ഇതാ ഇപ്പോൾ നാളെ പുടിനുമായും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് നരേന്ദ്രമോദി. പുതിയ ലോകക്രമത്തിന്റെ ഒരു തുടക്കം എന്ന തരത്തിൽ തന്നെയാണോ ലോകരാഷ്ട്രീയം ഈ ഉച്ചകോടിയെ നോക്കിക്കാണുന്നത്? ആര്യ, തീർച്ചയായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം 55 മിനിറ്റ് നീണ്ടുനിന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച എന്നുള്ള ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് കരുതുന്നു. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാം, പുതിയൊരു സാമ്പത്തിക ഒരു രീതി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചേരി ലോകക്രമത്തിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉടലെടുക്കുമെന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയും ചെയ്തത്. ഈ 55 മിനിറ്റ് നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായി വ്യാപാര രംഗത്ത് കൂടുതൽ ഈ ഇന്ത്യയുമായും ഒപ്പം തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട വളരെ കാലമായി നീണ്ടു നിന്നിരുന്ന 2020 മുമ്പിൽ നീണ്ടു നിന്നിരുന്ന ചില നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടും നിരവധി വ്യാപാര രംഗത്ത് ഉള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് 2020 ശേഷം ഈ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അത് അനിശ്ചിതത്വത്തിലാവുകയും പിന്നീട് അത് മരവിച്ച് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അക്കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിമാന സർവീസുകൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാന സർവീസുകൾ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ മാനസരോവരത്തിലേക്കുള്ള യാത്ര അത് സുഗമമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ മേഖലകളിൽ, അതിർത്തി മേഖലകളിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാജ്യങ്ങൾക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇനി ഈ ഒരു സമാധാനത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്.
അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഇരു രാജ്യങ്ങളും പങ്കുവെക്കുന്നു, ഇരു നേതാക്കളും പങ്കുവെക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ രണ്ട് നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുമോ ചൈനയിൽ നടക്കുന്ന ഈ ഒരു ഉച്ചകോടി എന്നതുകൂടി നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ തീവ്രയുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക ചുങ്കം തുവർത്തുന്ന ഒരു നടപടി, അതിനെതിരെ മറ്റൊരു രീതിയിലുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ സാമ്പത്തിക രംഗത്തെ ശാസ്ത്രജ്ഞരും ഒക്കെ ചില മുന്നറിയിപ്പ് യുഎസിന് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഒരുപക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുകളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഈ ഒരു നടപടിയിലൂടെ ഉണ്ടായേക്കും എന്നുള്ള ഒരു സൂചന ഇത്തരത്തിൽ ട്രംപ് ഭരണകൂടത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് നേരത്തെ റഷ്യൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കനത്ത ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ വ്യാപാരം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അവർ ഇതിനെ തിരിച്ചടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തു. ആ ഒരു രീതിയിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യ കടന്നാൽ അത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് യുഎസിന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. സമുദ്രോൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സമീപിച്ചാൽ അത് യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കനത്ത രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നിലപാടിൽ നിന്ന് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനം അതിൽ നിന്ന് പിന്നോട്ട് പോകാത്തെന്നുള്ളൊരു സൂചനയായിരുന്നു അവർ നൽകുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാടോടുകൂടി ഈ മൂന്ന് രാജ്യങ്ങളും പോകുമ്പോൾ ലോകക്രമത്തിലെ തന്നെ 37% ജനസംഖ്യയിൽ 37% ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ചേരുമ്പോൾ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു സാമ്പത്തിക ചേരിയായി ഉരുത്തിരിയാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് മുന്നോടിയായി തന്നെ ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ നടക്കാൻ പോകുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഈ ധാരണകൾ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ ഉണ്ടാകുകയും ചെയ്യും. മറ്റ് ഉപരോധങ്ങൾ ഇന്ത്യക്ക് മേൽ ഉണ്ടായാൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും $6 ലക്ഷം ഒരു വ്യാപാരം ചൈനയുമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ജപ്പാൻ സന്ദർശന വേളയിലും ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ വാണിജ്യ രംഗത്താകട്ടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലകളാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ മേഖലകളാകട്ടെ ഇവിടെയൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു വ്യാപാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സന്ദർശനമാകും ഇത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ലോകം ഉറ്റുനോക്കിയ പോലുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ പര്യവസാനമായിരിക്കുന്നു. പക്ഷേ ഇതൊരു തുടക്കമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആര്യ. എം ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മൻ കി ബാത്ത് പരിപാടിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൺസൂണിലെ കനത്ത മഴയിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും മൂലം വലിയ നാശനഷ്ടങ്ങൾ നാം കണ്ടു. നിരവധി വീടുകൾ തകർന്നു, കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി, മുഴുവൻ കുടുംബങ്ങളും തകർന്നു. ദുരന്ത സമയത്ത് സായുധ സേന, നാട്ടുകാർ, സാമൂഹിക പ്രവർത്തകർ, ഡോക്ടർമാർ, ഭരണകൂടം തുടങ്ങി എല്ലാവരും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി. ഈ ദുഷ്കരമായ സമയത്ത് മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയ ഓരോ പൗരനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും മൻ കി ബാത്ത് പരിപാടിയുടെ 125ാമത് എപ്പിസോഡിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. प्राकृतिक आपदाएं देश की कसौटी कर रही है. वहां के लोगों को बचाने के लिए हमारे एनडीआरएफ, एसडीआरएफ के जवान, अन्य सुरक्षा बल, हर कोई दिन रात जुटे रहे. स्थानीय लोग, सामाजिक कार्यकर्ता, डॉक्टर, प्रशासन, संकट की इस घड़ी में सभी ने हर संभव प्रयास किया. मैं ऐसे हर नागरिक को हृदय से धन्यवाद देता हूं जिन्होंने इस कठिन समय में मानवीयता को सबसे ऊपर रखा हुआ है.